കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഗർഭകാലത്ത് ഭാര്യയെ പരിചരിക്കാനാകാതിരുന്നതാണ് പ്രതികാരത്തിന് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. പ്രതി കൊല്ലാൻ ലക്ഷ്യം വെച്ചത് വിജയകുമാറിനെ മാത്രമായിരുന്നു. ശബ്ദം കേട്ട് ഉണർന്നതോടെയാണ് ഭാര്യ മീരയെ കൊന്നത് എന്നുമാണ് മൊഴി. അമിത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിരവധി ഫോളോവേഴ്സ് ഉണ്ട്. ഈ അക്കൗണ്ടിന്റെ പേര് 7 തവണ മാറ്റിയതായി കണ്ടെത്തി. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ പ്രതി എന്താണ് മോട്ടീവ്? ഇങ്ങനെ ഒരു ക്രൂര കൊലപാതകത്തിന് എന്താണ് മോട്ടീവ് എന്ന കാര്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുന്നു. അത് അത്രയേറെ വൈരാഗ്യം ഇദ്ദേഹത്തോടുണ്ടായിരുന്നു. ഒപ്പം ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, അതാണ് ഒരുപക്ഷെ ഈ പ്രതിയെ കുടുക്കാൻ. എപ്പോഴും സോഷ്യൽ മീഡിയ പ്രശ്നമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ കേസിൽ സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് തോന്നുന്നു ഈ പ്രതിയെ കുടുക്കാൻ സഹായിച്ചതും, അല്ലേ? തീർച്ചയായും ഈ അമിത്തിന്റെ ഭാഗത്ത് വൈകാരികമായ പ്രതികാരം ഉണ്ടാകാൻ സാധ്യതയുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ടത്, അയാളും ഭാര്യയും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അയാളുടെ മുന്നിൽ വെച്ച് തന്നെ വിജയകുമാർ പലപ്പോഴും ഭാര്യയോട് ഒരു അധിക്ഷേപത്തോടെ പെരുമാറുന്നു, അടിമയെ പോലെ കാണുന്നു, തന്നോടും അങ്ങനെ തന്നെ പെരുമാറുന്നു. ഏറ്റവും ഒടുവിൽ ഈ മൊബൈൽ ഫോൺ മോഷ്ടിച്ചത് അയാൾ നൽകിയ മൊഴി ഇതാണ്. ഏതാണ്ട് പല ദിവസങ്ങളായി ശമ്പളം ചോദിച്ചു, പക്ഷെ ആ ശമ്പളം കൊടുക്കാൻ തയ്യാറായില്ല. വിജയകുമാർ ശമ്പളമൊക്കെ പിശുക്കിയാണ് കൊടുത്തിരുന്നത്. ചെറിയ ശമ്പളമാണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഉള്ള ശമ്പളം ചോദിച്ചിട്ടും കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഫോൺ മോഷ്ടിക്കുന്നു, നാട്ടിലേക്ക് പോകുന്നു. തന്ത്രപരമായി ഇയാൾക്ക് ഓൺലൈനിൽ പല ഇങ്ങനെയൊക്കെ മാറ്റാനുള്ള എല്ലാ വൈദഗ്ധ്യവും ഉണ്ട്. ഈ മൊബൈൽ നമ്പർ എടുത്ത് സ്വന്തം മൊബൈലിലേക്ക് ഇടുന്നു. അതിനുശേഷം ഗൂഗിൾ പേ ലിങ്ക് ചെയ്ത നമ്പറായിരുന്നു. ആ നമ്പർ തന്റെ ഫോണിലേക്ക് ആഡ് ചെയ്യുന്നു. 24 മണിക്കൂറോളം വിജയകുമാർ പുതിയൊരു സിം എടുക്കാൻ 24 മണിക്കൂറത്തെ സമയം വേണ്ടി വന്നു. ആ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇയാൾ ഈ സ്വന്തം ഫോണിലേക്ക് ഗൂഗിൾ പേ ആഡ് ചെയ്യുന്നു. അതിലേക്ക് 2,78,000 രൂപ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന്, ഈ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ ഈ ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള ആപ്പിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഓൺലൈൻ വഴി പണം മാറ്റുന്നത്. ഇതിനുശേഷം ഭാര്യയോട് ഇക്കാര്യം പറയുന്നു. പക്ഷെ ഭാര്യ പറഞ്ഞു ഇത് ശരിയായില്ല, പണം തിരികെ നൽകണമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ബാങ്കിൽ എത്തുന്ന സമയത്ത് ഈ കേസ് ഇങ്ങനൊരു ഇതൊരു സംഭവിച്ചിട്ടുണ്ടെന്നും ഇതിൽ കേസ് സംഭവിച്ചിട്ടുണ്ടെന്നും ബാങ്ക് അധികൃതർ വിവരം നൽകുന്നു. അതോടെ പണം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ പോലീസ് അവിടെ അസമിൽ ചെന്നാണ് ഇയാളെ പിടികൂടുന്നത്. അന്ന് പിടികൂടുമ്പോൾ ഈ ഫോൺ മാത്രം തിരികെ നൽകിയാൽ മതി, മറ്റ് കേസൊന്നുമില്ല എന്ന് ഇയാളെ ട്രാപ്പിലാക്കുകയും അങ്ങനെയാണ് അന്ന് വെസ്റ്റ് CI പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടുകയും ചെയ്തത്. എന്തായാലും ഇതിനുശേഷം ഇയാൾ ഏതാണ്ട് 5 മാസത്തോളം ജയിലിൽ കിടക്കുന്നു. ഫൈസൽ ഷാജി എന്ന ആൾ സഹതടവുകാരനാണ് ഇയാളെ പുറത്തിറക്കാൻ ആളെ റെഡിയാക്കി കൊടുക്കുന്നത്. 2 സ്ത്രീകളെ നൽകി അവർക്ക്. പക്ഷേ ഇയാൾക്ക് നാട്ടിലേക്കൊക്കെ പോകാനുള്ള ബോണ്ട് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് കുമളിയിൽ തട്ടുകടയിൽ ജോലി ചെയ്യുന്നത്. അതിനുശേഷം നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ കോട്ടയത്ത് വന്ന് മുറിയെടുക്കുന്നു. ഈ മുറിയെടുക്കുന്ന സമയത്തും ഇയാൾക്ക് കൊല ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വിജയകുമാറിനെ വീണ്ടും വിളിച്ച് ചോദിക്കുന്നു, തനിക്കെതിരായ കേസ് എങ്ങനെയെങ്കിലും പിൻവലിക്കുമോ, അങ്ങനെയുണ്ടെങ്കിൽ തനിക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയും. ഏതാണ്ട് 1.5 മാസം മുൻപാണ് അതിനിടെ ഇയാളുടെ ഭാര്യ ഏതാണ്ട് 6 മാസം ഗർഭാവസ്ഥയിൽ വയറ്റിൽ കിടന്ന് തന്നെ കുഞ്ഞു മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സമയത്തെല്ലാം ഇയാൾക്ക് പരിചരിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നമുണ്ടായിരുന്നു. ഭാര്യയുമായി പ്രണയവിവാഹമായിരുന്നു. ഭാര്യ പറയുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ പണം തിരികെ കൊടുക്കണം, ശരിയായില്ല എന്ന് പറയുമ്പോൾ അതെല്ലാം അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു ഭർത്താവായിരുന്നു അമിത് എന്നാണ് ഇയാൾ പോലീസിൽ നൽകിയ മൊഴി. എന്തായാലും ഇയാളുടെ അമ്മയാണ്, അമിത്തിന്റെ അമ്മയാണ് ഈ ജാമ്യവ്യവസ്ഥയ്ക്കുള്ള തുക ഓൺലൈൻ വഴി നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെയാണ് ഇയാൾ ഏപ്രിൽ 3 ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നത്. തുടർന്നാണ് കുമളിയിലെ തട്ടുകടയിൽ ജോലി ചെയ്യുന്നത്. ഇവിടെ എത്തി മുറിയെടുത്ത ശേഷവും ഇയാൾ വിജയകുമാറിനോട് തന്റെ കേസ് എങ്ങനെയെങ്കിലും പിൻവലിക്കണമെന്ന് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുന്നു. ഇതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വിജയകുമാർ പറയുന്നത് എന്റെ 2 ലക്ഷം രൂപ, ഈ 78,000 മടക്കി നൽകിയിട്ടുണ്ട്, 2 ലക്ഷം രൂപയും തിരികെ നൽകാതെ കേസ് പിൻവലിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇയാൾക്കെതിരായ എല്ലാ പ്രതികാരങ്ങളും ഉരുത്തിരിഞ്ഞുകൊണ്ട് ഇയാൾ കൊല്ലാൻ തീരുമാനിക്കുന്നത്. ലോഡ്ജിൽ നിന്ന് ഏതാണ്ട് 2-3 മണിക്കൂർ, രാത്രി വൈകി ഇറങ്ങിയാൽ ലോഡ്ജുകാർ സംശയിക്കും എന്നുള്ളത് കൊണ്ട് ഇവിടെ പോയി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു 3 മണിക്കൂർ.
മണിക്കൂറോളം രാത്രി 12 മണിയോടുകൂടി അവിടെ നിന്ന് ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അത് ഈ കൊലപാതകത്തിനിടെ വീട്ടിൽ വീഴുകയായിരുന്നു. ഇതുമായി വീട്ടിൽ ചെന്നു, മുന്നിലെ മതിൽ തന്നെ ചാടിക്കടക്കുന്നു, ഗേറ്റ് തന്നെ ചാടിക്കടന്ന് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഉള്ളിൽ കയറുന്നു. ആ വീടിനെ കുറിച്ച് എല്ലാ ധാരണയും ഇയാൾക്കുണ്ടായിരുന്നു. ആദ്യം കൊല്ലാൻ ശ്രമിക്കുന്നത് അവിടെയുള്ള വിളക്കെടുത്തായിരുന്നു. പക്ഷേ ഈ വിളക്കിന് വലിയ ഉയരോ ഭാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടിച്ചാൽ ഇയാൾ ചാകില്ല എന്ന് കരുതുന്നു. പിന്നീടാണ് കോടാലി എടുക്കുന്നത്. ഈ കോടാലി എടുക്കുമ്പോൾ പതുങ്ങി നിന്ന് വിജയകുമാർ ഉറങ്ങുന്നതെല്ലാം കണ്ട ശേഷമാണ് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത്. കോടാലി എടുത്തുകൊണ്ട് ഇയാളുടെ തലയ്ക്കടിക്കുന്നു. വലിയ ഇതൊന്നും ഉണ്ടായില്ല. ആദ്യ അടിയിൽ തന്നെ അയാൾക്ക് കാര്യമായി പരിക്കേൽക്കുന്നു. പിന്നെയും അടിച്ചടിച്ച് കൊല്ലുന്നു. ഈ സമയത്താണ് ഭാര്യയാണ് ഉണർന്നു വരുന്നത്. ആരാണ് അവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഭാര്യ മീര വരുന്നു. അങ്ങനെയാണ് വീണ്ടും അവരെ തള്ളി മുറിയിലിട്ടുകൊണ്ട് അവരെയും ഇയാൾ വകവരുത്തുന്നത്. വിജയകുമാറിനെ മാത്രം കൊല്ലാനുള്ള ലക്ഷ്യം മാത്രമേ തനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ പ്രതി നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ സംഭവം സംബന്ധിച്ച് ഏതാണ്ട് ഒരു വിശദമായ വിവരം തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും തെളിവെടുപ്പുണ്ട്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചത് കാര്യം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം ഇയാൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അതിലേതാണ്ട് 1060ഓളം ഇയാൾ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇയാൾ 2000-ലധികം ആളുകളെ ഇയാൾ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ അതിലേക്കൊക്കെ മാറാൻ ശ്രമിച്ച ആ അക്കൗണ്ടിലേക്കൊക്കെ കയറാൻ ശ്രമിച്ചതാണ് പോലീസിന് ഇയാളെ പിന്തുടരാൻ എന്തായാലും ഒരു നിർണായക തെളിവായത് എന്നും പോലീസ് പറയുകയാണ്. ഒപ്പം തന്നെ ഗൂഗിൾ അക്കൗണ്ട്, വിജയകുമാറിന്റെ ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ തന്നെ ഭാര്യയുടെയും ഇയാളുടെയും ഒക്കെ ഫോണുകളും, ഏതാണ്ട് 5ഓളം ഫോണുകൾ ഇത്തരത്തിൽ, വിജയകുമാറിന്റെ ഫോണുകൾ, ഭാര്യയുടെ ഫോണുകൾ, ഇയാളുടെ ഫോണുകൾ, ഇങ്ങനെ 5ഓളം ഫോണുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നെന്തായാലും ഈ ലോഡ്ജിൽ തെളിവെടുപ്പുണ്ടാകും. ഈ ഉപകരണം വാങ്ങിയ കടയിൽ തെളിവെടുപ്പുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. അത് കോട്ടയം നഗരത്തിലെ ചന്തക്കവലയിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിയെന്നാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. കാരണം ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. 3 മണിക്കാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ ഹാജരാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും പിന്നീടുള്ള തെളിവെടുപ്പുകൾ ഉണ്ടാകുക. ഇന്നെന്തായാലും രാവിലെ ഇവിടെ അതായത് ഈ ഒരു ലോഡ്ജിലെത്തിയുള്ള തെളിവെടുപ്പ് ഉണ്ടാകും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവാതുക്കലിൽ വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു പിന്നിലെ മോട്ടീവ് എന്തെന്ന് ഇപ്പോൾ പോലീസിന് മുന്നിൽ, ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നു. അവഗണന, ഒപ്പം കേസ് ഒഴിവാക്കി കൊടുക്കാത്തതിലെ പ്രതിഷേധം, ഭാര്യയെ പരിചരിക്കാൻ കഴിയാതിരുന്നതിലെ ദുഃഖം, അങ്ങനെ പല പല കാരണങ്ങളാണ് പറയുന്നത്. അപ്പോഴും ഇത് ഒറ്റയ്ക്കാണോ ഇയാൾ ചെയ്തത്? ഈ രീതിയിലൊക്കെ പൂർണ്ണമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. തെളിവെടുപ്പ് ഇന്നും പുരോഗമിക്കും.